ഇന്ന് ബ്രെഡ് വെച്ച് പിസ്സ ഉണ്ടാക്കിയാലോ എന്ന് ഓർത്ത് നോക്കുമ്പോൾ ചീസ് ഇരിപ്പില്ലേ. അപ്പം മൊസറല്ല ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാല് ഇതുപോലെ വെച്ച് അതിൽ 3 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് പാൽ ഇതുപോലെ പിരിഞ്ഞു വരുമ്പോൾ ഒരു അരിപ്പ വെച്ച് അരിച്ച് ഇതുപോലെ എടുക്കണേ. പിഴിഞ്ഞെടുത്ത് പിന്നെ ബാക്കി വന്ന വെള്ളത്തിലോട്ട് അല്പം ഉപ്പിട്ടതിന് ശേഷം ഗ്യാസ് വെച്ച് നമുക്ക് കൈമുക്കാൻ പറ്റുന്ന ചൂടിലെടുക്കണേ. എന്നിട്ട് അതിനകത്ത് ആ ചീസ് ഇതുപോലെ മുക്കിയെടുക്കണം. മുക്കി പിഴിഞ്ഞ് 5-6 പ്രാവശ്യം ഇതുപോലെ പിഴിഞ്ഞെടുക്കണേ. ഇങ്ങനെ ചെയ്തെടുത്താലേ പിസ്സയൊക്കെ കട്ട് ചെയ്യുമ്പോൾ വെരിഞ്ഞ് വരുന്ന പോലെ കാണില്ലേ ചീസ്, അതുപോലെ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ തയ്യാറാക്കി ചീസ് ഇതുപോലൊരു കവറിൽ കെട്ടി പാത്രത്തിലിട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂറൊക്കെ വെക്കണം. ഇപ്പോൾ അരമണിക്കൂറായപ്പോഴേ ഞാൻ എടുത്തു. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ച് 2 മുട്ട ഉടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ച് അതിൻ്റെ മണ്ടയിൽ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കണേ. തിരിച്ചിട്ടപ്പോൾ അല്പം തവയിൽ ഒട്ടിപ്പിടിച്ച് പോയായിരുന്നു മുട്ട. ഇനി സോസ് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം സബോള കൊത്തിയരിഞ്ഞതും പിന്നെ അല്പം തക്കാളി അരിഞ്ഞതും മല്ലിയിലയും ക്യാപ്സിക്കം കുറച്ചുണ്ടായിരുന്നുള്ളത് ഇട്ട് അതിന് ശേഷം ചീസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി അല്പം നേരം അടച്ചു വെക്കുകയാണ്. ഇതായിപ്പം നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് ചീസൊക്കെ. ഇനി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പിസ്സ റെഡിയായി. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.